ഈ യഥാർത്ഥത്തില് പിന്നെ എന്നെ ഇതിലിങ്ങനെ സംസാരിക്കാൻ വിളിക്കുമ്പോ ആ, അതായത് ഒരു വിഷയം സംസാരിക്കുന്നു, എന്റെ എന്നിലൂടെയുള്ള ഒരു കാഴ്ചപ്പാട് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അതില് എന്നെ ഇങ്ങനെ വിളിക്കുമ്പോ ഞാനിങ്ങനെ ആലോചിക്കും, ഇതിലൊക്കെ ഉള്ള എന്റെ ഒരു ബന്ധത്തെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം കൂടിയാണ് എന്നെ ഓർക്കുന്നു എന്നുള്ളത്. അപ്പോ അത് ഒരു തരത്തിൽ പറഞ്ഞാല് എനിക്ക് ഏറ്റവും എന്താ പറയാ, എനിക്ക് മെച്ചമുള്ള കാര്യം, എന്റെ സ്വഭാവത്തിന് മെച്ചമുള്ള കാര്യം. ആ, ഈ നിമിഷം ഓരോ സമയത്തെ കുറിച്ച് പറയുമ്പോ ഞാനീ ഒരു ആദ്യം ഞാൻ ചികിത്സയ്ക്ക് പോകുമ്പോ ഒരു ആ, 100 പേര് കൂടുതലുണ്ട് അന്ന് ആ ചികിത്സാ കേന്ദ്രത്തിൽ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഈ എന്റെ മനസ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ തോന്നുമല്ലോ, കുടി നിർത്തുകയും വേണം. ചില സമയത്ത് തോന്നിയില്ല നിർത്തിയാ കൊള്ളാം, ആകെ പ്രശ്നമാണ്, എനിക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, ഇതൊന്ന് നിർത്തണം. എന്നാൽ ഇടയ്ക്ക് അങ്ങനെ തോന്നുമില്ല. അപ്പം ഈ നിമിഷം മാറും, ഒരു നിമിഷം തോന്നുന്നൊരു കാര്യമല്ല മദ്യത്തെ കുറിച്ച് എനിക്ക് അടുത്ത നിമിഷം തോന്നുന്നു. ഞാനീ അതിന്റെ ഈ ചികിത്സാലയത്തിന്റെ മുന്നു വരെ പോയിട്ട് ഞാൻ പറഞ്ഞു പോകാം എന്നുള്ളത്. അവിടെ എത്തിയപ്പം അടുത്ത കുറച്ചുകൂടെ കഴിയട്ടെ എന്നായി. അപ്പൊ അതല്ല അതിന് മുന്നേ സംഭവിച്ചേക്കുന്നത്. മറ്റൊരു ചികിത്സാലയത്തിലെ ഹോസ്പിറ്റലിൽ ഞാൻ പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കയറി കണ്ട് ഞാൻ തിരിച്ചതുപോലെ ഇറങ്ങി പോന്നിട്ടുണ്ട്. അവിടത്തെ ഞാൻ ആ അഴിയിട്ട ഇരുമ്പ് ഗേറ്റും വാതിലും ഒക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട്. മറ്റൊരു ചികിത്സാ കേന്ദ്രത്തിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്ന ചികിത്സാ കേന്ദ്രത്തിൽ അവിടെ പോയിട്ട് അയ്യോ വേണ്ട മുന്നോട്ട് പോകാം. പക്ഷെ എങ്ങനെയൊക്കെയോ ഇതിനകത്ത് അകപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഓടിക്കൂടിയ ആൾക്കാരെല്ലാം കൂടെ ആൾക്കാരുടെ ഉന്തിലോ തള്ളിലോ ഒക്കെ പെട്ട് ഞാനും അതിനകത്ത് വീണു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എന്താന്ന് നോക്കാൻ പോയി അകത്തോട്ടങ്ങ് ആയി പോവുക. അപ്പോ ഞാൻ അവിടെ ആയി പോകുന്നു. അല്ലെങ്കിൽ ആ ചികിത്സാലയത്തിലാവുമ്പോ ഞാനും ഇങ്ങനെ ഒരു ശാന്തതയോട് കൂടിയിട്ട് ആണോ ഏതോ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചികിത്സിക്കുന്നതിൽ ആ ക്ലാസ് എടുക്കുന്ന ആള് ഞാൻ പിന്നെയാണ് അത് ശ്രദ്ധിക്കുന്നത്. അയാൾ കൃത്യമായിട്ടും ആ കൈകൾ എടുത്തിട്ട് ഒരു ഷേക്ക് ഹാൻഡിന് വേണ്ടിയിട്ട് ഈ ചെന്ന രോഗിയെ സമീപിക്കുന്നുണ്ട്. ഷേക്ക് ഹാൻഡിന് യഥാർത്ഥത്തിൽ എനിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ തോന്നിയില്ല. അയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ തോന്നില്ല. അപ്പൊ ഞാൻ പിന്നെ നോക്കുമ്പോൾ ചിലര് ഷേക്ക് ഹാൻഡ് കൊടുക്കാത്തവരുണ്ട്, ചിലര് മുഖം കുരിച്ച് മുഖത്തോട്ട് പോലും നോക്കിയിട്ട് അയാളെ ശ്രദ്ധിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പൊ പിന്നെ ഒരു ക്ലാസ്സിൽ അയാൾ തന്നെ പറയുന്നുണ്ട്, എന്നെ മുഖത്ത് നോക്കാതിരിക്കുന്നത്, പിരിവിര എന്ന് തെറി പറയുന്നവരുണ്ട്, ശ്രദ്ധിക്കാത്തവരുണ്ട്, കണ്ണിലേക്ക് നോക്കാത്തവരുണ്ട്, കൈ തരാത്തവരുണ്ട്. അപ്പൊ അത് അവരുടെ ഒരു രീതിയാണ്, ആ കൈ കൊടുക്കാൻ വേണ്ടി ചെല്ലുക എന്നുള്ളത്. അപ്പോ ആ നിമിഷങ്ങളെ മൊത്തം എന്താ പറയാ, സത്യത്തിൽ വിശപ്പില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ക്ഷീണം തുടങ്ങി പല അവസ്ഥയിലിരിക്കുമ്പോഴും ഞാൻ അതിന്റെ മുന്നിൽ ചെന്നിട്ട് പോലും വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ, ഇത് ആ മനസ്സിലേക്ക് വരും. പക്ഷെ അതിന് മുന്നേ ഉള്ള ചില
ആ, സന്ദർഭങ്ങളിലൊക്കെ ഏതൊക്കെയോ കുടിച്ചോണ്ടിരുന്ന സന്ദർഭങ്ങളിലൊക്കെ കൂട്ടി വേണ്ട, ഇതോടുകൂടി നിർത്തണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകളുടെ താമസം അടുത്ത കുടിക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ടല്ല, ഈ ചികിത്സാലയത്തിൽ ചെന്നിട്ടാണ് ഇത് മദ്യാസക്തി എന്ന രോഗം, ഇതൊരു രോഗമാണ് എന്ന് കേൾക്കുന്നത്. അപ്പോൾ ആ രോഗത്തിന് രോഗത്തിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ഏത് രോഗത്തിനും രോഗത്തിന് ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാല് ഇത്തരം ചിന്താ പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് എന്ന് പതുക്കെ പതുക്കെ അവിടെ നിന്നുള്ള അറിവിൽ കിട്ടണം. പിന്നെ ഓരോ മദ്യാസക്തനെയും പോലെ ഞാനും ആലോചിച്ച് അതിനെ വികസിപ്പിക്കുക ചെയ്യുന്നത്. അത് ശരിയാണല്ലോ, ഓരോരുത്തർ പറയുമ്പോൾ എന്റെ അനുഭവത്തിൽ അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ഈ അനുഭവങ്ങൾ ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കുടിയുടെ ഒരു ഘട്ടത്തിൽ പോലും ഒരു തോന്നലിനും ഒരു ഇച്ഛാശക്തിക്കും അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. വയനാട്ടില് ഒരു വലിയ പ്രോഗ്രാം കൽപ്പറ്റ ടൗണിൽ പണ്ട് നടന്നിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നത് 2013 കാലഘട്ടത്തിൽ. അപ്പൊ അന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വയനാട് ജില്ലാ കളക്ടറായിരുന്നു. അന്നത്തെ വയനാട് ജില്ലാ കളക്ടറെയൊക്കെ അന്ന് നമ്മുടെ അന്ന് ഇപ്പോ മരണപ്പെട്ടു പോയ അന്ന് ഉണ്ടായിരുന്ന ഒരു ഏക്കാരൻ, പഴമക്കാരനായ ഒരു ഏക്കാരൻ, അദ്ദേഹം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആണ് വിളിച്ചത്. അപ്പം എനിക്കത് അന്ന് അതിങ്ങനെ ഓർമ്മ വരികയും ചെയ്തത്. ഞാൻ ആ പരിപാടി ഇങ്ങനെ അതിന്റെ ഭക്ഷണമൊക്കെ അതിന്റെ പുറകിൽ ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണം വയ്ക്കുന്നതിന്റെ അടുത്ത് പിന്നെ അടുപ്പിന്റെ അടുത്ത് ഇങ്ങനെ അടുപ്പിന്റെ അടുത്ത് ഇനി ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഒരു പിന്നെ പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ അത് കാണിക്കാൻ വേണ്ടി കളക്ടർ അങ്ങോട്ട് കടന്നു വന്നായിരുന്നു. അപ്പം നമ്മുടെ ഈ പോലീസുകാരൻ ചാടി ഒരു സല്യൂട്ടാ കൊടുക്കുന്നതൊക്കെ എനിക്കത് ഇന്ന് ഓർമ്മയുണ്ട്. അപ്പം അന്ന് ഈ കളക്ടർ അന്ന് അവിടെ നിന്ന് വർത്താനം പറയാനൊക്കെ പറ്റി. പക്ഷെ അദ്ദേഹം വർത്താനൊക്കെ പറഞ്ഞിട്ട് പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു ഇച്ഛാശക്തി, അതായത് ഒരു വിൽ പവർ എന്ന വാക്ക് ഉപയോഗിച്ച, വിൽ പവർ ഉണ്ടെങ്കിലൊക്കെ കുടി നിർത്തിക്കൂടെ എന്ന് ഇങ്ങനെ പറഞ്ഞു. വിൽ പവർ ഉണ്ടെങ്കിൽ കുടി നിർത്താം. അപ്പോ അതിനുശേഷം സംസാരിച്ച ആൽക്കഹോളിക് അനോണിമസിനെ കുറിച്ച് അറിയുന്ന ഡോക്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ തോന്നലുകളാണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ചികിത്സാ അനുഭവത്തിൽ, ഇത്രയും കുറേയേറെ കാലം ചികിത്സിച്ചിട്ടുണ്ട്, ആ ചികിത്സാ അനുഭവത്തിൽ ഒരു ഇച്ഛാശക്തി, ഒരു വിൽ പവർ കൊണ്ടൊന്നും കൂടി നിർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം കളക്ടർ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ അന്ന് സംസാരിച്ചിരുന്നു. അപ്പോ എനിക്ക് തോന്നി, ഒരു വേദിയിൽ നമ്മൾ കാണുന്നതിൽ ഏറ്റവും വലിയ ഒരു ആളാണ് ഈ കളക്ടർ എന്ന് പറഞ്ഞത്. കളക്ടർക്ക് പോലും അറിയാൻ കഴിയാത്തൊരു കാര്യം വേദി ആൽക്കഹോളിക് അനോണിമസിനെ അറിയുന്ന ഒരാൾ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഭാഗം പറഞ്ഞു. അത് ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർക്കാണല്ലോ അതിനെക്കുറിച്ച് പറയാൻ അറിയുന്നത്. അപ്പൊ ഇത്തരം കാര്യം, അപ്പൊ അത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ ചിന്താഗതിയാണ് ഇത്തരം ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ നിർത്താം എന്നുള്ളത്. അതുപോലെ ഞാനൊരു ചികിത്സയ്ക്ക് പോയ സ്ഥലത്ത് അവിടുത്തെ ക്ലാസ് എടുക്കുന്ന ആള് പറഞ്ഞു, ഈ ഏതോ ഒരു വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നപ്പം ഇപ്പൊ സ്ത്രീകളും ഒക്കെ ഉള്ള ഒരു വേദിയിൽ പറഞ്ഞു, നിങ്ങള് ഇവരെയൊക്കെ നമ്പരൊക്കെ ഒന്ന് കൊണ്ടാ, എത്രയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല അടി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ കുഴപ്പം ഒക്കെ മാറും എന്ന രീതിയിൽ അദ്ദേഹം പരാമർശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ചിലരുടെ ധാരണ അത് അടി കിട്ടാത്തതിൻ്റെയാണ്. അപ്പം ആൽക്കഹോളിക് അനോണിമസില്
ഞാൻ വന്ന് അല്ലെങ്കിൽ ഈ ചികിത്സയിലൊക്കെ പറഞ്ഞു കേട്ടിട്ട് മാത്രമാണ് മദ്യാസക്തി എന്ന രോഗത്തിന് എനിക്ക് ചികിത്സാലയത്തിൽ പോയിട്ടും എനിക്കിതൊരു രോഗമാണ് എന്ന് അവർ പറഞ്ഞതല്ലാതെ എൻ്റെ മനസ്സിൽ തന്നെ ഇത് മദ്യാസക്തി രോഗമാണ്. അപ്പൊ ആ രോഗത്തിനനുബന്ധമായി പിന്നെ പലതരം വൈകാരിക പ്രശ്നങ്ങളുണ്ട്. ഈ വൈകാരിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് കൂട്ടി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നിർത്താൻ കഴിയുന്നില്ലല്ലോ, അടുത്ത നിമിഷവും തോന്നിപ്പോകുന്നു. അതിനോടനുബന്ധമായിട്ട് ഉണ്ടാകുന്ന വിഷമതകൾ, വീട്ടിൽ കാര്യങ്ങൾ അവതാളത്തിലാകുന്നു, ഓഫീസിൽ കാര്യങ്ങൾ അവതാളത്തിലാകുന്നു. ഒരു വിനയം എന്ന് പറഞ്ഞാൽ എടുത്തണിഞ്ഞ ഒരു വിനയം കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും രക്ഷപ്പെടാനുള്ള കാര്യമാണ് അത്. എല്ലാ കാര്യങ്ങളും പിന്നെ രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണത്. അത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് മറ്റൊരു പേരൊന്നും പറയുന്നില്ല കേട്ടോ, ഡോക്ടർ തന്നെ ഷെയർ ചെയ്തു. അദ്ദേഹം, ഞാനിങ്ങനെ ജോലി സ്ഥലത്തൊന്നും പോകുകയില്ല, ഞാൻ കുടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജോലി എടുക്കുന്നത്, കാണുന്നവരുടെ മൊത്തം ഒരു വിനയവും. അപ്പൊ അതിന് കാരണം പറഞ്ഞാല് എന്റെ കുടിയും പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോകണം. അപ്പൊ എന്നെ കുറിച്ചും ചില മനുഷ്യന്മാർ പറയും അത് ആള് നല്ലവനാണ്. ചില കുടുംബത്തിലുള്ളവരോ മറ്റു സുഹൃത്തുക്കളോ ഒക്കെ പറയും ആള് നല്ലവനാ. നല്ലവനാന്ന് പറഞ്ഞാൽ എന്റെ ഈ തരം ഒരു തരം അമിത വിനയമോ വെളിമയോ എന്തോ കാണിച്ചിട്ടുള്ള അതൊക്കെ പിന്നെ ഈ വാക്ക് കിട്ടുന്ന അതൊക്കെ എന്നിൽ നിന്നുണ്ടാവുന്ന ചില മദ്യാസക്തിയുമായിട്ട് ബന്ധപ്പെട്ട് യാഥാർത്ഥ്യം നിലവിൽ ചില ഒളിച്ചോട്ടങ്ങളാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം മദ്യാസക്തി എന്ന രോഗത്തെക്കുറിച്ച് പോലും, അല്ലെങ്കിൽ ആ രോഗം ഒരു കടുത്ത ഒരു രോഗമാണെന്നും അതിൽ വൈകാരികമായ പ്രശ്നങ്ങളുണ്ടെന്നും ഈ വൈകാരികമായ പ്രശ്നങ്ങൾക്ക് ഉള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് മീറ്റിങ്ങിലേക്ക് പോകുന്നു, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, അനുഭവങ്ങൾ കേൾക്കുന്നു, ശക്തിയും പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു, അതൊക്കെ കേൾക്കുന്നു, അവിടെ നിന്നും അറിയുന്നു, പടികളെക്കുറിച്ച് അറിയുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നു, ശ്രമിക്കുന്നു, സ്പോൺസറെ കണ്ടെത്തുന്നു, പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആദ്യമേ പറയുന്നുണ്ട് ഒരു ധാർമ്മിക അടിത്തറയുടെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിൽക്ക് ഡോക്ടർ ബില്ലിനോട് പറയുന്നുണ്ട്, എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അതിൽ തന്നെ പിടിച്ചു നിന്നോ. എനിക്ക് കാരണം അത്രയും കാലം ചികിത്സിച്ച ഡോക്ടർ പോലും പറയുന്നുണ്ട് ആൽക്കഹോളിക് അനോണിമസിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ കടന്നു വരുമ്പോൾ ഓരോരുത്തരും അവർ ഇതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഇടയ്ക്ക് എന്താണോ ആ മനസ്സിലാക്കലുകൾ അതിൽ പിടിച്ചു നിന്നോ എന്നതാണ്. അത് ബില്ലിനോട് പറയുന്നത് പോലെ തന്നെയാണ് ഞാനും ഇതിലൂടെ നോക്കി കാണുമ്പോൾ ഞാനും ഇതിൽ പിടിച്ചു നിൽക്കണം, എന്നാൽ എനിക്ക് കുടി നിർത്താൻ പറ്റും. ആ കുടി നിർത്തിയ ശേഷമാണ് എൻ്റെ വൈകാരിക പ്രശ്നങ്ങളും എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലും എനിക്ക് പടികൾ ആവശ്യമാണ്. ആ പടികൾ സ്പോൺസറുടെ സഹായത്തോടെ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു മനസ്സിലേക്കാണ്, അത്തരം ഒരു മനസ്സിലേക്കാണ് ഞാൻ ഇതിനിടയിൽ ഒരു മൈസൂർ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ ഒരു പരിചയപ്പെട്ട പലൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞു. ഭാര്യ പോയിട്ട് ആൽക്കഹോളിക് അനോണിമസിലൊക്കെ വന്നു, ഭാര്യ തിരിച്ചു വന്നില്ല. അപ്പം എനിക്ക് അന്നത് കേൾക്കുമ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. അത് ആദ്യ കാലത്താണ് എനിക്ക് ഭയങ്കര വിഷമാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ തിരിച്ചു വന്നത്, അദ്ദേഹം നന്നായിട്ട് പെരുമാറുന്നു, ശാന്തമായി സംസാരിക്കുന്നു. ആൽക്കഹോളിക് അനോണിമസിന്റെ അവിടെ ഇരിപ്പിടത്തിലും ആ ഇരിക്കുന്നിടത്തും മറ്റുള്ളവരുടെ ഒക്കെ ദയാവായ്പോടെ പെരുമാറുന്ന ഒരാണ് ഭാര്യ തിരിച്ചു വന്നില്ലല്ലോ. അപ്പോ അദ്ദേഹത്തിന് മുൻകാലത്ത് പറ്റിപ്പോയ ഒരു തെറ്റിന്റെ പേരിൽ പിന്നെ അത് ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അത് തിരിച്ചു വരുന്നില്ല. ഇന്നിപ്പോ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങളെ സ്വീകരിക്കുന്ന കാര്യങ്ങളെ അറിയാം, പോരാടിച്ച കാര്യമല്ല, ചില കാര്യങ്ങളെ സ്വീകരിച്ചേ പറ്റൂ. അദ്ദേഹം അത് സ്വീകരിച്ചുകൂടെ അദ്ദേഹം ഇന്ന് ജീവിച്ചു പോവുകയാണ്. അദ്ദേഹം കുടിച്ചിട്ടില്ല,
18 വർഷമായിട്ട് എന്നോട് പറഞ്ഞു, 18 വർഷമായി ഞാൻ കുടിച്ചിട്ടില്ല, ഭാര്യ വന്നിട്ടില്ല, പക്ഷെ ഞാൻ കുടിക്കുന്നില്ല. അപ്പോ ആദ്യകാലത്ത് ഞാൻ പിന്നെ കേട്ടു ഒരാള് അദ്ദേഹത്തിന് ആൽക്കഹോളിക്സ് ആൻഡ് ആൽക്കഹോളിക്സ് മീറ്റിംഗിൽ വന്നു. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലരൊക്കെ പറയും സമ്പാദ്യത്തിന്റെ വർധനവ്, അല്ലെങ്കിൽ കാർ മേടിച്ചു, അല്ലെങ്കിൽ തോട്ടം മേടിച്ചു, അതായത് ഭൗതികമായ മെച്ചങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ പറയും. അതേ സമയത്ത് ഞാൻ ഒരു മീറ്റിംഗിൽ ഓപ്പൺ ഷെയറിങ്ങിൽ ഞാൻ കേൾക്കുകയാണ്, അദ്ദേഹത്തിന് വന്ന ശേഷം അദ്ദേഹത്തിന് തന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാവുന്നു. സാമ്പത്തികമായിട്ട് ബിസിനസ്സിലേക്ക് ഉണ്ടായ പരാജയങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു അത്തരം പരാജയങ്ങൾക്ക് ശേഷവും അദ്ദേഹം സംതൃപ്തമായ ജീവിതം ജീവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ആദ്യം മദ്യവും അടിച്ച് നടന്ന സമയത്ത് എനിക്ക് ആക്സിഡന്റുകൾ പറ്റിയിട്ടുണ്ട്. അനാവശ്യമായ ചില സ്ഥലങ്ങളിൽ പോയിട്ട് സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ജോലിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരം, കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഈ മറ്റ് തല്ല് വഴക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കൂടെ ഉള്ളവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊക്കെ രക്ഷിച്ച് മറ്റുള്ളവരുടെ ഷെയറിങ് കേൾക്കുമ്പോൾ എന്നെ രക്ഷിച്ച് എന്നെ ആൽക്കഹോളിക്സ് ആൻഡ് മീറ്റിംഗിൽ എത്തിച്ചല്ലോ, ആ നന്ദിയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് പടികൾ സ്പോൺസറെ കണ്ടെത്തി പടികൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പുനർജനിച്ചിരിക്കുന്നു. അപ്പം അതിനുശേഷമാണ് മനസ്സിന്റെ ആ ഒരു സാനിറ്റേഷൻ, മനസ്സ് വൃത്തിയാക്കൽ എന്ന പ്രക്രിയയും അത്തരം പ്രക്രിയയുടെ മുന്നോട്ട് പോകുമ്പോൾ ആൽക്കഹോളിക്സ് ആൻഡ് ഞാൻ എന്ന വ്യക്തി, ഞാൻ എന്ന എക്കാരൻ ഇനിയുള്ള ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും ബോധ്യമാവുന്നത്. ചില എന്നിലുള്ള ചില ദൂഷ്യങ്ങളെ അകറ്റിക്കൊണ്ടേയിരിക്കുക, ഒരു വിലയിരുത്തൽ തുടർന്നുകൊണ്ടേയിരിക്കുക. അല്ലാതെ ഞാൻ പുനർജനിച്ചു എന്ന് പറയുമ്പോൾ പണ്ട് സംഭവിച്ച എന്റെ തെറ്റുകളെ ഓർത്ത് വിഷാദിച്ച് സങ്കടപ്പെട്ട് അതിനെ ഓർത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതല്ല. ആൽക്കഹോളിക്സ് ആൻഡ് ആയിട്ടുള്ള എൻ്റെ അടുത്തേക്ക് കുടിനിർത്തി സുന്ദരമായ മനുഷ്യന്മാരോട്, അപ്പൊ ആദ്യമേ തന്നെ ഇങ്ങനെ നമ്മൾ ഒന്നിച്ചൊരു കപ്പൽ, ഒന്നിച്ചൊരു തോണി തുഴഞ്ഞു പോകുന്ന സഹിഷ്ണുതയുള്ള സുഹൃത്തുക്കളോട് അന്യോന്യം സ്നേഹം കാണിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. ആദ്യകാലങ്ങളിലൊക്കെ എനിക്കത് ഉണ്ടായിട്ടുമുണ്ട്. പിന്നെയാണ് ചിലപ്പോൾ ഈ മറ്റുള്ളവരുടെ അനാവശ്യ ദേഷ്യമൊക്കെ കടന്നു വരുന്നത്. അതിന്റെ ആവശ്യമില്ല. ഇന്ന് ആൽക്കഹോളിക്സ് ആൻഡ് ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ഓൺലൈൻ മീറ്റിങ്ങിലൂടെയും മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന പല പരിപാടികളിലൂടെയൊക്കെ എനിക്ക് കണ്ണു തുറന്ന് കാണാം. സുഹൃത്തുക്കള് ഇത്ര സന്തോഷവാന്മാരായിട്ട് സംസാരിക്കുന്നവരെ കാണാം. എയിൽ തന്നെ അന്യോന്യം വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നീങ്ങുന്നവരെ എനിക്ക് കാണാം. ഒന്നിച്ച് കൈപിടിച്ചു, അതൊക്കെ നമുക്ക് ഒന്നിച്ച് കൈപിടിച്ച് പ്രാർത്ഥിക്കും, ഒന്നിച്ച് പിന്നെ അന്യോന്യ അനുഭവങ്ങളും സ്നേഹവും ഒക്കെ പങ്കുവെക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് ഉള്ളില് എനിക്ക് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ആവാൻ കഴിയുന്നില്ലെന്നല്ല ഞാൻ വിലയിരുത്തേണ്ടത്. എനിക്കെന്താണ് അതിൻ്റെ കുറവുകളുള്ളത് അല്ലേ? സഹിഷ്ണുതയുടെ ഏത് കുറപ്പാണ് എന്നിലുള്ളത്? യഥാർത്ഥ സ്നേഹം എന്തുകൊണ്ട് എനിക്ക് ചില സ്ഥലങ്ങളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല? എന്റെ വർത്തമാനത്തിൽ മാത്രമേ അതൊക്കെ ഉള്ളൂ. അപ്പം അത്തരം ഒരു മാനസികാവസ്ഥയിലേക്കും ആ പടികളുടെ പ്രാക്ടീസിലേക്കും വന്ന ഒരു കാരന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്കാണ് ഈ സമയവും കടന്നു പോകും എന്നത് വരുന്നത്. അല്ലാതെ ഞാൻ കുടിച്ചോണ്ടിരുന്ന സമയത്ത് നീ നിന്റെ മക്കളെ മുഖത്തേക്ക് നോക്ക്, ഭാര്യയുടെ മുഖത്തേക്ക് നോക്ക്, അച്ഛനമ്മമാരെ നോക്ക്, നിനക്ക് സമൂഹത്തിൽ ഒരു വിലയൊക്കെ ഉള്ളതല്ലേ? അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങളുടെ സ്കൂള്, ആ സ്കൂളിനടുത്ത് തന്നെ എൻ്റെ വീട്, ആ സ്കൂളിലെ തന്നെ അധ്യാപകരാണ് അച്ഛനും അമ്മയും. രണ്ടാളും അതേ പെങ്ങളും അനിയനും ഒക്കെ അതേ സ്കൂളിലെ അധ്യാപകര്, എല്ലാവരും അധ്യാപകരായിട്ടുള്ളൊരു വീട്, അതിന് ചുറ്റും നീ മാത്രം ഞാൻ പിടിച്ച് നടക്കുമ്പോൾ നിനക്ക് ഇത്രയും കാലം കഴിഞ്ഞത് പോട്ടെ,
ഉടനെ കേൾക്കുന്നു, ഇതാ 100 രൂപ നോട്ട്, അത് മടങ്ങി ചുരുണ്ടിപ്പോയാലും നിന്റെ മൂല്യമൊന്നും പോകുന്നില്ല തുടങ്ങി എന്തൊക്കെ തത്വങ്ങൾ എന്നിലേക്ക് വന്നാലും അടുത്ത നിമിഷം കുടിക്കാൻ തോന്നുന്നു. ആദ്യം ആരെങ്കിലും കുടിച്ചു കഴിഞ്ഞ് ഡീസന്റ് ആയിട്ട് എവിടെയെങ്കിലും പോയി കുടിച്ചെന്നാലോചിച്ചിട്ട് ദൂരെ പോയി കുടിച്ചു നോക്കിയിട്ടുണ്ട്, റൂം കുത്തിയിട്ടിരുന്ന് കുടിച്ചിട്ടുണ്ട്. പക്ഷെ നിമിഷങ്ങൾക്കകം പുറത്തേക്ക് ഇറങ്ങുകയും നാട്ടുകാരെ മൊത്തം അറിയിക്കുകയും എവിടെയും സമയം കിട്ടിയില്ലെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് വിളിച്ചെങ്കിലും എല്ലാവരെയും ഈ കാര്യം അറിയിക്കുന്ന, നിയന്ത്രിക്കാൻ കഴിയാത്ത മദ്യാസക്തിയുടെ എല്ലാത്തരം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എൻ്റെ അടുത്തേക്ക് ചിലപ്പം ഈ നിമിഷം കടന്നു പോകും. അല്ലേ, നമ്മൾ സാധാരണ ഒരു മനസ്സിലാക്കുന്നത് പോലെ എന്താണ് ആത്മഹത്യ ചെയ്യാൻ പോരും എന്നൊക്കെ പറയുന്ന പോലെയോ ഇതുകൊണ്ടൊന്നും പിന്നെ കാര്യമില്ല. ഇല്ലെങ്കിൽ സാധാരണ കേൾക്കും SLC പരീക്ഷയ്ക്ക് 10th ക്ലാസ്സിന് 1 മാർക്ക് കുറഞ്ഞു പോയി എന്ന കാരണത്താൽ ദുഃഖിച്ചിരുന്നവരോ അല്ലെങ്കിൽ SLCക്ക് മാർക്ക് കുറഞ്ഞ് ആത്മഹത്യ ചെയ്തവരോ എന്നൊക്കെ തോന്നുന്ന ആ നിമിഷത്തിന്റെ ദുർബലതയിൽ ചെയ്ത അതിന് മരണപ്പെട്ടവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടവരോ എന്ന് തുടങ്ങുന്ന സ്ഥിരം ആ ഒരു വർത്തമാനത്തിന്റെ അപ്പുറം മദ്യാസക്തൻ എന്ന നിലയിൽ ഞാനെന്ന വ്യക്തി അസംതൃപ്തിയും ഒരു അസംതൃപ്തിയുടെയും ഒരു ഇറിറ്റേഷൻ, ഒരു തരം അല്ലെങ്കിൽ ഏത് നിമിഷവും എനിക്കൊരു അസംതൃപ്തിയും ഒരു പെരുമാറ്റത്തിൽ ഒരുതരം അസ്വസ്ഥതകളും അസംതൃപ്തിയൊക്കെ കടന്നു വരുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം എന്നിലുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാം. പൊതുവെ എല്ലാ മദ്യാസക്തരിലും അത് ഉണ്ട് എന്നാണ് ബുക്കിൽ തന്നെ ഡോക്ടർ പറയുന്നത്. ഇറിറ്റബിളും ഡിസ്കണ്ടന്റും ആയിട്ടുള്ള ആളാണ് മദ്യാസക്തമെന്ന് അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ചികിത്സയാണ് അദ്ദേഹം തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ആൽക്കഹോളിക് അനോണിമസ് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു. കുറച്ചു കാലമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പോലും ഈ ചെറിയ കുഴപ്പങ്ങൾ, മനസ്സിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഏതൊരു മദ്യാസക്തനിലും ഇടയ്ക്ക് എപ്പോഴും കടന്നു വരാം. അപ്പൊ ആ കടന്നു വരവിന്റെ സമയത്തൊക്കെ നമ്മുടെ മുന്നിൽ വിട്ടുകൊടുക്കലും 3-ാം പടിയും വിട്ടുകൊടുക്കലും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ കുറവുകളെയും മാറ്റിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കും 4-ാം പടിയും 5-ാം പടിയും ഒക്കെ കോൺഫറോടുള്ള ആ ഒരു തുറന്നു പറച്ചിലുകളും ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് പോലും ഏതെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിഷാദത്തിൽ പെടരുതെന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും വിഷാദത്തിൽ പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിനർത്ഥം. കാരണം എങ്ങനെ പോയാലും ഇത്രയും കാലം കൊണ്ട് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്, ആൽക്കഹോളിക് അനോണിമസിൽ കൂടെ പോകുമ്പോൾ ഒരാൾ പറയുന്നത് അവിടെ വന്നു ആൽക്കഹോളിക് അനോണിമസിൽ വന്നു സന്തോഷമാണ്, സുഖമാണ്, സംതൃപ്തിയാണ് എന്ന് ഒരാൾ പറയുന്നത് കേട്ടിട്ട് മറ്റൊരാൾ പറയുന്നത് എനിക്കിത് കേൾക്കുമ്പോഴേ ദേഷ്യം വരുന്നു. സംതൃപ്തിയാണ്, സുഖമാണ്, സന്തോഷമാണെന്ന് മറ്റൊരാൾ പറയുമ്പോൾ മീറ്റിംഗ് ഇരിക്കുന്ന മറ്റൊരാൾക്ക് തോന്നുന്നത് എനിക്കത് തോന്നിയിട്ടില്ല, അതെന്താന്ന് എനിക്കും അറിയില്ല. പക്ഷെ എന്നോടൊരു സുഹൃത്തു പറഞ്ഞ അയാളത് പറയാനൊക്കെ ദേഷ്യം വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരാൾക്ക് ഇത്തരം അസ്വസ്ഥത ഉണ്ടാവാൻ ചിലപ്പോൾ എന്താണ് കാരണമെന്ന് പോലും പറയാൻ കഴിയില്ല. പക്ഷേ ആൽക്കഹോളിക് അനോണിമസിൽ കൂടെയുള്ള ഒരു ജീവിതം, മുന്നോട്ടുള്ള യാത്രയിൽ ആർക്കാണ് അതുകൊണ്ട് കുഴപ്പം അല്ലെങ്കിൽ ആ വളർച്ച എന്ന് പറയുന്നത്, ആരും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ 6-ാം പടിയിൽ നിൽക്കുമ്പോൾ എനിക്ക് മദ്യപിക്കാൻ തോന്നിയെന്നല്ല പറയുന്നത്. അതൊരു കൗതുകം നഷ്ടപ്പെടല്, 5-6 മാസത്തെ ആലോചനകള്, ഇതിലേക്ക് അങ്ങോട്ട് ഇണങ്ങാൻ കഴിയാത്തത് ഒക്കെയാണ് ഈ പറയുന്ന നമ്മുടെ ആദ്യത്തെ നിറയൊഴിക്കലിന് കാരണമാവുന്ന ഈ പറയുന്ന ഒരു കുടിയിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നത്. ഞാൻ തിരിച്ചു പോയവര് തന്നെ എത്രയോ പേര് തിരിച്ചു വന്നേക്കുന്നു. തിരിച്ചു പോകലിന്റെ അത്രയും ഭീകരത മറ്റൊന്നുമില്ല. പക്ഷെ പോയവരും ആൽക്കഹോളിക് അനോണിമസിൽ തിരിച്ചു കയറി വന്നവരെ ഇഷ്ടം പോലെ കാണാൻ കഴിയും. പക്ഷെ ആ അത്രയും അപകടകരമാണ്. അപ്പോ ഈ ധാർമ്മിക അടിത്തറയുള്ള ഈ
പടികളിലൂടെ ഒരു പിൻബലമുള്ള മുന്നോട്ടുള്ള പോക്കില് ഈ മദ്യം മാത്രമല്ലാത്ത പലതരം വൈകാരിക ഈ തെറ്റുകുത്ത് അതായത് ക്യാരക്ടർ ഡിഫക്ട്സ് പലതരത്തിലും ഉണ്ട്. അത് മനസ്സിലായി വരുന്നു. അത് മാറ്റണം എന്നുള്ളൊരു ചിന്ത വരുന്നു. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്നതായിരിക്കില്ല. അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് വന്ന ഒരാൾക്ക് പോലും ചില നിമിഷങ്ങൾ ചിലപ്പോൾ ഒന്ന് തട്ടി ഒന്ന് പ്രശ്നമാവും. ആ തട്ടി എന്താ പറയാ, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കും. അനിശ്ചിതത്വങ്ങൾ വരാതൊന്നും ഇരിക്കില്ല. ഇത് ജീവിതമാണ്. 24 മണിക്കൂറിൽ ചില അനിശ്ചിതത്വങ്ങളൊക്കെ വരും. എല്ലാത്തരം ടൂൾസും ചിലപ്പോൾ ഉണ്ട് കയ്യിൽ. സിമ്പിളായിട്ട് പലപ്പോഴും ചില വിഷമതകളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു മധ്യാസക്തരെന്ന ഈ ഏകാരണ നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. അതിന് പോലും കഴിയാതെ ഉള്ള ഒരു തരം മനസ്സ് ചിലപ്പം ഇവിടെ കയറി വരാം. പക്ഷെ നേരത്തെ കൂട്ടി ഒരു മുന്നൊരുക്കം എന്നൊരു വാക്ക് ആൽക്കഹോളിക് പറയുന്ന പോലെ ഒരു മുന്നൊരുക്കത്തിൽ കൂടെ വീണ്ടും വീണ്ടും ഇത്തരം ചില പദങ്ങളുണ്ട്. കടന്നു പോകും, അതൊരു ശാന്തത കൊണ്ടുവരും. പക്ഷെ ആ കടന്നു പോകലിന്റെ അപ്പുറം ഒരു ശക്തി അറിയാനുമുണ്ട്. ചിലപ്പോൾ വെറുതെ ഒരു 3-4 ദിവസം ചില ചിന്തകൾക്കും ചില ആശങ്കകൾക്കും അത് നടക്കും, അത് പറഞ്ഞത് ശരിയായോ എന്ന ചില ആശങ്കകൾക്കൊക്കെ അപ്പുറം നമ്മള് ചിലർക്ക് ചിലപ്പോൾ ഭാര്യയ്ക്കായിരിക്കാം, ഏറ്റവും അടുത്ത ഒരു വേണ്ടപ്പെട്ട ഒരു ഏക്കാനായിരിക്കാം ഒക്കെ ചിലപ്പം നമ്മൾ നല്ലൊരു ഉപദേശം കൊടുക്കുന്നൊക്കെ ചിലപ്പോൾ അവർ പറയും, പറഞ്ഞു നന്നായി, അതുകൊണ്ട് ഞാൻ ഇരിക്കും, നിങ്ങൾ നന്നായിരുന്നു കേട്ടോ ആ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞ ആ പ്രോത്സാഹനം കേട്ട എന്നോട് പോലും എനിക്ക് പോലും ചിലപ്പം ഞാൻ ആകെ ബുദ്ധിമുട്ടി കിടന്ന് 3-4 ദിവസത്തിന് ശേഷം അതിനേക്കാൾ നല്ല എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നും, ഞാൻ ഇങ്ങനെയാണ് ആവേണ്ടത്. അതിൽ നിന്ന് ആ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായിരിക്കുന്നു, ആ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായിരിക്കുന്നു എന്ന ഒരു ചിന്തയിലൂടെയൊക്കെ പോകും. അതുപോലെ സാധനത്തിലെ ഒറ്റയ്ക്കുള്ള ആ ഒരു ചിന്തയൊക്കെ ഒരു ഒരു പിന്നെ പ്രത്യേക ഒരു സുഖം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ആദ്യകാലത്ത് ഞങ്ങളുടെ ടൗണില് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടക്കം പലതരം ജോലി ചെയ്യുന്ന ഏക്കാരുണ്ട്. വർക്ക്ഷോപ്പായിട്ടും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിന്നെ തുടങ്ങി പല സ്ഥാപനങ്ങളിൽ പലരെയും ഞാൻ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും ഒരു കടയിലിരിക്കുന്ന ഒരു സുഹൃത്തൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ബിഗ് ബുക്കിന്റെ ഞാനിങ്ങനെ അകത്ത് നോക്കുമ്പോൾ ബിഗ് ബുക്കിന്റെ പിന്നെ ആ കടയിൽ മുറുക്കാനും പിന്നെ യഥാർത്ഥത്തില് ബീവറേജിന്റെ അടുത്തുള്ള ഒരു പിന്നെ ഷോപ്പായിട്ട് കൂടി അവിടെ ഇങ്ങനെ മുറുക്കാനും സിഗരറ്റിനും ഒക്കെ ആള് വരുമ്പോഴും അദ്ദേഹം ഇങ്ങനെ നമ്മുടെ ബിഗ് ബുക്ക് വച്ചിട്ട് ലാസ്റ്റില് ഒക്കെ ഉള്ള ചില നമ്മുടെ ഈ പിന്നെ ബിഗ് ബുക്കിന്റെ അവസാനം ഒരു ചില പിന്നെ അനുബന്ധത്തിലൊക്കെ ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ വളരെ അദ്ദേഹം അത് വരച്ച് പിന്നെ അത് വീണ്ടും വായിച്ചുകൊണ്ട് നോക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ചിലപ്പോ ഒരു അദ്ദേഹം ഞാനങ്ങനെ സംസാരിച്ചിട്ടോ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ചിലപ്പോൾ കുറഞ്ഞ വാക്കുകൾ അതിനെ കുറിച്ചൊക്കെ 2 വാക്ക് വർത്താനമൊക്കെ പറയുമെന്നല്ലാതെ ആ ഒരു അദ്ദേഹം ഏകാന്തമായ ആ ഒരു നിമിഷം പോലും അത്തരം ഒരു കാര്യത്തിലേക്ക് കാണിക്കുന്ന ആ ശ്രദ്ധ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 സുഖമുണ്ട്, ഒരു ഭയങ്കര ഒരു സംതൃപ്തി കിട്ടും. എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് അപ്പൊ അദ്ദേഹം പിന്നെ ആൽക്കഹോളിക് ഈ വരികൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ കൃത്യമായി വായിക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു എനിക്കൊരു ഭയങ്കര ഒരു രസമായിരുന്നു. അപ്പൊ ചില സമയങ്ങളിലൊക്കെ പിന്നെ ടൗണിൽ ഇറങ്ങി അത്തരം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് ഈ ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചൊക്കെ നീങ്ങുമ്പോൾ അതുപോലും മനസ്സിനൊരു പിന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കും. ചിലപ്പോ
ഈ പറയുന്ന ഒരു ഫോൺ വിളിയിലായിരിക്കും, ചിലപ്പോൾ ഒരു മീറ്റിംഗിലായിരിക്കും, ചിലപ്പോൾ വെറുതെ കുറച്ചു നേരം ഇരുന്ന് ആലോചനയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പക്ഷെ അതിനിടയിൽ ഒരു അത്ഭുതമുണ്ട്. അത്തരം ഒരു അനാവശ്യ നിമിഷങ്ങളെന്ന് പറയാം, ഒരു ഇഷ്ടമല്ലാത്ത നിമിഷങ്ങൾ, ആ നിമിഷത്തിൽ പോലും കുടിക്കണം എന്നൊരു ചിന്ത വരുന്നില്ല. അതാണ് ആൽക്കഹോൾ സയൻസിന്റെ മീറ്റിംഗിൽ ചിലർ പറയുമ്പോൾ അത്ഭുതം എന്നൊക്കെ പറയുന്ന ആ കാര്യം അപ്പോഴാണ് ഓർമ്മ വരിക. എങ്ങനെയൊക്കെ നോക്കിയാലും എനിക്ക് കുടിക്കാതിരിക്കുന്ന തന്നെയാണ് ലാഭം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ കുടിക്കാതിരിക്കുന്നില്ലല്ലോ എന്നൊരു അത്ഭുതത്തോട് പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക, അതൊരു വലിയ കാര്യമായിട്ട് തോന്നാറുണ്ട്. അപ്പം പിന്നെ ഈ ആരോ പറയുന്ന പോലെ ചിലപ്പോ എല്ലാ നിമിഷവും ഒരുപോലെ ആയതിന്റെ ബോറടി പറയുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ നിമിഷവും ഒരുപോലെയൊന്നുമല്ല. നിമിഷങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പം ഈ വിലയിരുത്തൽ എന്ന ഒരു പ്രക്രിയ, ഒരു ദിവസത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഒരു വൈകുന്നേരം നടത്തുകയാണെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു സമയം കൃത്യമായിട്ട് ചിലപ്പം കണ്ടുപിടിക്കൂല. അത് ഏകദേശം പകൽ മൊത്തം ഒരു ചിന്തയെ തന്നെ ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ഒരു ധ്യാനം പോലുള്ള കാര്യങ്ങൾ ഒക്കെ ഇതിനൊക്കെ ഉള്ള എല്ലാ വഴികളും ആൽക്കഹോൾ സരണത്തിന്റെ പടികളിലൂടെ തന്നെ ഉണ്ട്. പ്രാർത്ഥന, തുടക്കത്തിൽ രാവിലെ ഒക്കെ ഉള്ള പ്രാർത്ഥന, അല്ലാതെ തന്നെ വൈകുന്നേരം ഇപ്പൊ ഈ ജോലിയുടെയൊക്കെ ഈ പറയുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ദിവസവും ആ മീറ്റിങ്ങിനുള്ളിൽ കയറിയിരുന്ന് മീറ്റിംഗ് ശ്രദ്ധിച്ച് അത് കഴിഞ്ഞിറങ്ങി പോരുമ്പോൾ ഒരു മനസ്സിൽ ഒരു പിന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ മറ്റുള്ളവരാണ് പലപ്പോഴും അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടും ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും. പക്ഷെ അതിന് മുന്നേ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ അവരെ കുറിച്ചുള്ള കുറ്റങ്ങളും ഗോസിപ്പുകളും എപ്പോഴും എന്നിൽ നിന്ന് തുടങ്ങുന്ന, എൻ്റെ ചിന്തയിൽ നിന്നോ എൻ്റെ വർത്തമാനത്തിൽ നിന്നോ ഉണ്ടാകുന്ന ഒരു കുഴപ്പമായിരിക്കാം. അത് അടുത്തൊരു ഭയത്തിലേക്ക് കൊണ്ടുപോകാം. ഞാനത് പറഞ്ഞു പോയല്ലോ, ഇനി അവനെന്ത് ധരിക്കും, എത്രത്തോളം എൻ്റെ നിയന്ത്രണം എത്രത്തോളം എൻ്റെ കൈപ്പിടിയിലാകുന്നോ അതിനനുസരിച്ച് എൻ്റെ നിമിഷങ്ങൾ നല്ലതായിരിക്കും. പലപ്പോഴും പിന്നെ ഇന്ന് ആലോചിക്കുമ്പം, സ്വാഭാവികമായിട്ട് ആലോചിക്കുമ്പം, ഓർമ്മ വെച്ച നാൾ മുതലുള്ള പല ദുഃഖിച്ച സംഭവങ്ങളും പിന്നെ ആലോചിക്കുമ്പോൾ അത് ഓർക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ അതൊരു വളരെ നെവർ മൈൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമായിരിക്കും. പലപ്പോഴും ദുഃഖിച്ച് ടെൻഷൻ അടിച്ച് കുറേ ബുദ്ധിമുട്ടായിട്ട് നടന്നൊരു മനസ്സിനുള്ളിൽ ഒരു ഭാരം കെട്ടിവെച്ച പോലെ നടന്ന പല സംഭവങ്ങളും നമ്മളെ സംബന്ധിച്ച് പിന്നെ ആലോചിക്കുമ്പോൾ അത് കുഴപ്പം, ഒരു പ്രശ്നമില്ലാത്ത കാര്യമായിരിക്കും. 4-ാം പടിയുടെ ഘട്ടത്തില് വിദ്വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മറ്റുള്ളവരെ കുറിച്ചുള്ള ചില ദേഷ്യങ്ങൾ പെരുകി നീരസം, വിദ്വേഷം എന്ന് പറയുന്ന ആ ഒരു കടുത്ത വിദ്വേഷത്തിലേക്കൊക്കെ മാറിയ സംഭവങ്ങൾ ഞാൻ വെറുതെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. അതായത് സുഹൃത്തുക്കള് പലരും പറയുന്ന ഒരു വാക്കാണത്, വാടക കൊടുക്കാതെ, വാടകയൊന്നും കിട്ടാതെ തലയിൽ വെറുതെ കയറ്റിക്കൊണ്ട് കിടക്കുന്ന സംഭവങ്ങളെ ഈ 5-ാം പടിയിൽ സ്പോൺസറുമായിട്ട് തുറന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അപ്പൊ അത്തരം ആ 4-ാം പടി എഴുതി ആ 5-ാം പടിയിൽ പറഞ്ഞ് വീണ്ടും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പോലും നോക്കിയ ശേഷം ആണ് 6-ാം പടിയിലേക്ക് കടക്കുന്നത്. അപ്പോ അത്തരം ഒരു മാനസികാവസ്ഥയിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു മനസ്സിലേക്ക് ആണ് 24 മണിക്കൂറിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരിക. ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ പറയാറുണ്ട്, കുറേ ഒരു വീട് പണിയണമെങ്കിൽ എല്ലാം കൂടി എടുത്ത് നിങ്ങൾ തലയെ വെക്കേണ്ട ആവശ്യമില്ല. ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ
ഇന്ന് ഒരു ലോഡ് മണൽ ഇറക്കലാണ്, എന്നാ ഇന്നിപ്പോ അത് ചെയ്തു വെക്കുക. ചില സുഹൃത്തുക്കൾ ഞാൻ ഷെയറിങ്ങിലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ രാവിലത്തെ പൊതുവേ ഉള്ളവരുണ്ട്. നമ്മള് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്നത്തെ ദിവസം എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പറയുന്നുണ്ട്. ചിലര് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കും, അതൊന്ന് പോക്കറ്റിലിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടത്താനുള്ള അത് നടത്തി ഇത് നടത്തി എന്ന ഒരു നോട്ടം നോക്കും എന്ന് ഞാൻ ആൽക്കഹോളിക് ആയതിനു തന്നെ പലതും മറ്റുള്ളവർ ചെയ്യുന്നത് ചിലപ്പോൾ അതുപോലെ അനുകരിക്കാനൊന്നും പറ്റിയതൊന്നും വരില്ല. കാരണം ഞാനെന്നത് ഞാനാണ്. അപ്പം എൻ്റെ ചില അലസതകളോ എൻ്റെ ചില ചിന്തകളോ വെറുതെ ഇരിക്കുന്നതോ അവനവന്റെ വഴി എന്നൊരു ഇതുണ്ട്. അപ്പം അതിൽ ഞാൻ എൻ്റെതായ ഒരു വഴി ഞാൻ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അതൊക്കെ കഴിയുമ്പോഴായിരിക്കാം പിന്നെ ഈ പറയുന്ന ചില അസന്നിഗ്ധ ഘട്ടങ്ങൾ, ചിലരുടെ പറഞ്ഞ വർത്തമാനം ശരിയായിരുന്നോ, ഇപ്പോഴും ചിലപ്പം ഒരാൾ പറഞ്ഞതിന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയാൽ അതൊക്കെ പല ഘട്ടത്തിലൂടെയാണ് വരുന്നത്. അവിടെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും മനസ്സിൽ ഇങ്ങനെ ഒരു പിടുത്തമായിട്ട് കിടക്കും. അതിനൊക്കെ ഒരു സുഹൃത്തിനോട് തുറന്നു പറയല്, അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യലുകൾ, ഇതൊക്കെ നടത്താൻ കഴിയും. ആൽക്കഹോൾ ഒന്നും ഞാൻ കുടിക്കാതിരിക്കുന്നു. ഏറെ പുസ്തകങ്ങള്, എത്രയോ പേരുടെ പിന്നെ ഷെയറിങ്ങൾ, അതുപോലെ സ്പീക്കർ മീറ്റിങ്ങിലെ സംസാരങ്ങള്, ഞാൻ മനസ്സ് വെച്ചാൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സൗഹൃദങ്ങൾ, നല്ല നല്ല സൗഹൃദങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നൊരു ചിന്ത, അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കടന്നു വരുന്ന ഒരു നിമിഷം, സന്തോഷമുള്ള നിമിഷം, ഈ വലിയ സന്തോഷത്തില് അട്ടഹസിച്ച് ചിരിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കലും, സങ്കടമാണെങ്കിൽ അതും അപാരമായ സങ്കടത്തിലേക്ക് പോകുന്നതിൻ്റെയും, ആൽക്കഹോളിക് അനോണിമസില് ജീവിതം തികച്ചും അങ്ങനെയല്ല. അതിന്റെ രണ്ടിനും നടുവിലുള്ള ഒരു ക്രമീകരിച്ചു കൊണ്ടുവന്ന ജീവിതമാണ്. അവിടെ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് എല്ലാത്തിനും വ്യത്യാസമുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അത് വേണം, ഇത് വേണം, അത് വേണം, അത് വേണം എന്നുള്ള എൻ്റെ കഠിനമായ പ്രാർത്ഥനയായിരുന്നു. ഇന്ന് ആലോചിക്കുമ്പം അത് പൂർണ്ണമായും കുറഞ്ഞൊന്നും പറ്റില്ല. പക്ഷെ ഇന്ന് എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ പറയുക എന്ന് പറയുന്നതിന് ഒരു കുറവ് വന്നിട്ടുണ്ട്. ആവശ്യങ്ങൾ എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം എന്നുള്ളത് കുറവ് വന്നിട്ടുണ്ട്. അത്തരം ചില മാറ്റങ്ങൾ ആൽക്കഹോളിക് അനോണിമസിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ ഏകാരനും സംഭവിക്കുന്ന കാര്യമാണ്. അത് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഏഴാം പടി അത് പറയുന്നതെന്ന് വെച്ചാൽ ആവശ്യം എന്നുള്ളത് ഒരു റിക്വസ്റ്റ്, അന്ന് കിട്ടിയിരുന്നുവെങ്കിൽ, എനിക്ക് അതൊന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊരു രീതി മനസ്സിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വരുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥനയിൽ പിന്നെ മറ്റുള്ള ഞാൻ ഇപ്പൊ ഒരു ആൽക്കഹോളിക് അനോണിമസിലേക്ക് കടന്നു വരുന്നൊരു മദ്യാസക്തനെ സഹായിക്കുമ്പോൾ അവിടെ ഞാൻ പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തോട് ഞാൻ കാണിക്കേണ്ട ചില ഒരു സഹാനുഭൂതിയുള്ള, അല്ലെങ്കിൽ അതൊരു എനിക്കേ കഴിയുള്ളൂ ഒരു മറ്റൊരു മദ്യാസക്തനെ സഹായിക്കാൻ കഴിയും ശരിയായ രീതിയിൽ. അപ്പോ അവിടെ ഒരു അഹങ്കാരമില്ലാതെ ഒരു യഥാർത്ഥ സ്നേഹം ഞാൻ അവിടെ പ്രകടിപ്പിക്കുന്നു. അപ്പൊ അത്തരം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഇത്തരം പിന്നെ പല സേവന ഘടകത്തിലും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല ഓപ്പൺ മീറ്റിങ്ങുകളിൽ അവർ പറയുന്ന കേട്ടുണ്ട്. അത് അവരെ ജീവിതത്തില് ഈ പറയുന്ന ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളെ എങ്ങനെ പിന്നെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടെന്നാണ് പറയുന്നത്. എങ്ങനെ സംസാരിക്കണം. ഇപ്പൊ ഇവിടെ നിന്ന് വയറിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ദേഷ്യം ഇങ്ങനെ ഇരച്ചു വരികയാണെങ്കിൽ പോലും ചുണ്ടു വിറയ്ക്കാതെ ആവശ്യമെങ്കിൽ പറയാം എന്ന രീതിയിലേക്ക് അവരെ ക്രമപ്പെടുത്താൻ ആൽക്കഹോളിക് അനോണിമസിന്റെ
ഇന്റർഗ്രൂപ്പ് അതുപോലുള്ള സേവന ഘടകങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആദ്യകാലങ്ങളിൽ പിന്നെ ഇത് അതിന് കഴിയില്ല എങ്കിൽ പോലും ഒരു സെക്രട്ടറിയായി, ഗ്രൂപ്പ് സെക്രട്ടറിയായി ആ കൃത്യസമയത്ത് അത് തുറക്കുന്നു, പുസ്തകങ്ങൾ എടുക്കുന്നു, അതൊന്ന് ക്രമീകരിക്കുന്നു. ചെറിയ നിങ്ങൾ താമസിച്ചല്ലോ, അല്ലെങ്കിൽ ചെറിയ ചില കുറവുകൾ നിങ്ങൾ അത് ചെയ്തില്ലോ എന്ന് അങ്ങനെ വന്നാൽ പോലും അതിനെയൊക്കെ നേരിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്നത് എന്ന് പറയുന്നു. ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ പോലും ചിലര് സ്വാഭാവികമായിട്ടും പറയും, എത്ര എത്ര സുന്ദരമായിട്ടാണ് ആ ഓൺലൈൻ മീറ്റിനെ ക്രമീകരിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയും. അപ്പൊ ഒരു ഓൺലൈൻ മീറ്റിങ്ങിനെ ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന സെക്രട്ടറിക്ക് പോലും, ഒരു ഫിസിക്കൽ മീറ്റിങ്ങിനെ ക്രമീകരിച്ചുകൊണ്ട് സെക്രട്ടറിക്ക് പോലും, ഒരു ഇന്റർവ്യൂവിനെ ക്രമീകരിച്ചു കൊണ്ടുപോകുന്ന ആ സേവന ഘടകത്തിലെ ആൾക്കാർക്ക് പോലും, സുഹൃത്തുക്കൾക്ക് പോലും ഇത്തരം കുഴപ്പമുള്ള സാഹചര്യങ്ങളിൽ 2 സ്റ്റെപ്പ് പുറകോട്ട് വച്ച് ഒന്ന് ചിന്തിക്കാൻ, എടുത്തു ചാടി പറയുക എന്നതിനപ്പുറം ഒന്ന് ചിന്തിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നുണ്ട്. അപ്പൊ ആൽക്കഹോളിക് അനോണിമസിൽ ഓരോ നിമിഷത്തെയും എനിക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുടിച്ചിട്ടുണ്ട്. ഒരു നിമിഷം ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുടി മാത്രമല്ല, ഒരു എന്തെങ്കിലും സിനിമയാണോ ടിവിയാണോ അത് കാണാം. അതുമല്ലെങ്കിൽ എന്റെ കുഴപ്പങ്ങൾ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ട് മറ്റുള്ളവരോട് എന്ന് തുടങ്ങി എന്റെ ആ ഒരു നിമിഷത്തെ, എന്റെ ചിന്തയെ ശരിയായിട്ട് നിർത്താൻ കഴിയാതെ മറ്റു പല പ്രക്രിയയിലേക്ക് ഞാനും പോയിട്ടുണ്ട്. അവിടെയാണ് ആൽക്കഹോളിക് അനോണിമസിൽ മീറ്റിങ്ങിൽ വരുന്ന ഒരു സുഹൃത്ത് എനിക്ക് ചാടി കയറി കുറെ സംസാരിക്കണമെന്നതിനപ്പുറം ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു, ഞാൻ മറ്റൊരാളാവണ്ട, ഞാൻ തന്നെ മതി. അങ്ങോട്ട് ചെല്ലുന്നു, എൻ്റെ മനസ്സിൽ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട്. ഉടനെ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു, ചാടി ഇറങ്ങുന്നു, കുറെ കാര്യങ്ങൾ പറയുന്നു. തിരിച്ചു വന്നിരിക്കുമ്പോൾ ആലോചിക്കുന്നു, ഒന്നീ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചപ്പം ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി എന്നതുപോലെ രണ്ടാമത് അമ്പലത്തിൽ കയറി ഒന്നും കൂടെ പറയും. ആദ്യം വന്നപ്പോ ഇന്ന കാര്യങ്ങൾ വിട്ടുപോയതുകൊണ്ട് രണ്ടാമത് ഒന്നും കൂടെ. ഇനി അത് കഴിഞ്ഞാൽ തന്നെയും പിന്നെ ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിലാണെങ്കിൽ ചിലപ്പം സമയം എടുക്കലങ്ങ് കൂടിപ്പോയി. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ സംസാരിക്കാൻ പോകുമ്പോൾ എന്റെ പ്രശ്നമാണ് പറയുന്നത്. ആ പ്രശ്നം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ദൈവം അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ എനിക്കത് ശരിയായി കിട്ടുകയോ എന്തൊക്കെയോ ചെയ്യുമെന്നുള്ള എൻ്റെ ചില ധാരണകൾ. അതിനപ്പുറം ഞാൻ ഇത് ഷെയറിംഗ് ആണ്. ആ ഒരു മീറ്റിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുക എന്നൊരു പ്രക്രിയ അവിടെ നടത്തുന്നുണ്ട്. ശ്രദ്ധയുടെ ഒരു പ്രക്രിയ അവിടെ നടത്തുന്നത്. ആദ്യകാലങ്ങളിൽ വന്നാൽ അതിന് സാധിക്കില്ല. അതാണ് ആ കുഴപ്പത്തെ ഒഴിവാക്കാനാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ മീറ്റിങ്ങിന് പോലും ഒരു നിശ്ചിത സമയം വെച്ചേക്കുന്നത്. സമയത്തിൽ കൂടുതൽ മീറ്റിംഗ് ഇല്ല. 90 മിനിറ്റ് ആണെങ്കിൽ 90 മിനിറ്റ് കൂടുതൽ മീറ്റിംഗ് നടത്തൂല. കാരണം ആ നിമിഷം കൃത്യമായിട്ട് അവിടെ ശ്രദ്ധിച്ചിരിക്കുക. എന്റെ സമയത്തിന് അവസരം കിട്ടുമ്പോൾ എത്രയാണോ എനിക്ക് സമയം എടുക്കാൻ കഴിയുന്നത് അതിനനുസരിച്ച് ഒന്ന് സംസാരിക്കുക. ഞാൻ കേട്ടിരിക്കുന്നതിന് ശ്രദ്ധ കൊടുത്തോ. ഒരാള് വന്നിട്ട് അയാൾ അടുത്ത നിമിഷം ആത്മഹത്യക്ക് നിൽക്കുന്ന ആളായിരിക്കും അവിടെ സംസാരിക്കുന്നത്. ഞാൻ അത്ര ഒരു രോഗി അവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് ആ ശ്രദ്ധിക്കുന്നതിൽ അപ്പോഴത്തേക്കും അയാൾ പറയുന്ന ഒന്ന് തന്നെയാണ്. ബാക്കി എന്റെ കാര്യങ്ങൾ അവിടെ പോയി പറയുക എന്നുള്ളതിൽ മാത്രമാണോ? ഇപ്പൊ എന്നെ വിലയിരുത്താൻ പല മാർഗങ്ങളുണ്ട്. അപ്പം ഒരു സമയം ഒരു സ്ഥലത്ത് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക എന്നൊരു സാധ്യത ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിംഗ് തരുന്നുണ്ട്. അതിനുശേഷമൊക്കെ ധ്യാനമൊക്കെ കടന്നു വരുന്നത്. ധ്യാനത്തിൽ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ അടുത്ത ഒരു കുറച്ചു നേരം ഒന്ന് ഏകാന്തമായി ഇരിക്കാമെന്ന് കരുതിയാൽ പോലും ആ നിമിഷത്തെ ചിന്ത ഒരു 100 കൂട്ടം ചിന്ത അപ്പൊ കടന്നു വരും. അത് തന്നെ പ്രാക്ടീസിലൂടെയൊക്കെയാണ് ചിലപ്പോ കുറച്ചു നേരം ഏകാന്തമായി ഒറ്റയ്ക്ക് മനസ്സ് അവരുടേതായ ഇഷ്ടത്തിൽ ഇനിയിപ്പോ ബ്ലാങ്ക് ആക്കുകയാണെങ്കിൽ അങ്ങനെ ശൂന്യമായ ഒരവസ്ഥയിലൊക്കെ ഇരിക്കാൻ കഴിയുന്ന ഒരു രീതി ഉണ്ടാവുകയാണ്. ഈ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ ആ ഒരു ഒറ്റയ്ക്കിരിക്കൽ പ്രക്രിയ വർദ്ധിക്കുന്നതനുസരിച്ച് കൂട്ടത്തിൽ ഇരിക്കാനുള്ളതിന്റെ ആ ഒരു
സ്ട്രെങ്ത് കൂടി വരും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ വിജയിക്കുന്നവർ എന്ന് പറയുന്നവർ നോക്കിയാൽ ഇതൊക്കെ കാണാൻ കഴിയും. അവരുടെ ചെറിയ ചില സന്തോഷങ്ങളും ചെറിയ ചില കാര്യങ്ങളും ഒക്കെ അവര് വളരെ എന്തുകൊണ്ട് ഒരു തുറന്ന മനസ്ഥിതിയോട് കൂടി മാറ്റം വരുത്തുന്ന മനസ്ഥിതിയോട് കൂടിയിട്ട് എന്റെ വിജയിച്ചവരെ ശ്രദ്ധിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല എന്ന് ഞാൻ വിലയിരുത്തേണ്ടതുണ്ട്. വളരെ പിന്നെ ശ്രദ്ധിച്ചിരുന്നാൽ കൃത്യമായിട്ടും അത്തരം ഷെയറിങ്ങുകൾ കേൾക്കാൻ കഴിയും. നേരിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കാൻ പറ്റും. ആ പ്രത്യേകതയെ എന്റെ പ്രത്യേകതയായിട്ട് ഞാൻ താരതമ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമല്ല. അപ്പം യഥാർത്ഥ പ്രശ്നമായ കൗതുകം നഷ്ടപ്പെടുന്ന ഒരു കാര്യം കടന്നു വരാതിരിക്കും. ഈ കൗതുകം നഷ്ടപ്പെടാണ് പലപ്പോഴും ഈ കുടിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആൽക്കഹോളിക്സ് മീറ്റിങ്ങിലൊക്കെ വരുന്നു, പുറത്തിറങ്ങുന്നു, കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ പറയുന്നതായിരിക്കില്ല വീട്ടിൽ ചെന്നാൽ നടക്കുന്നത്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് കിടക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ പിന്നെ കൊണ്ടുകിടക്കുന്ന ഒരു അനാവശ്യമായ ദേഷ്യമോ മറ്റുള്ളവർക്ക് പകയോ ഗോസിപ്പ് ഇങ്ങനെ തുടങ്ങി ഒരു നിമിഷത്തിൽ ഒരു കാര്യത്തിലുണ്ടാകുന്ന ഈ നാലാം പടിയിൽ തന്നെ ഒരു 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 സ്ഥലത്തൂടെ എനിക്കൊരു സ്ഥലത്തൂടെ ആ സ്ഥലം കാണുമ്പോഴേ എനിക്ക് ഒരു പ്രത്യേക അരിശം വരും. ആ സ്ഥലത്തൂടെ പോകാതിരിക്കാൻ വേറൊരു വഴിയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ഇതിന്റെ പടികളിലെ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത് ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട്. ആ സ്ഥലം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും, ചില തത്വങ്ങളിൽ ദേഷ്യം വരും. അപ്പോൾ ഇവിടെ അതിനുള്ള എല്ലാ സാധ്യതകളും തന്ന ശേഷമാണ് ഞാനെന്ന മദ്യാസക്തൻ എത്രയോ പിന്നെ സുഹൃത്തുക്കളുടെ ഷെയറിങ് കേൾക്കുന്ന മദ്യാസക്തന് ഞാനെന്ന മദ്യാസക്തന് ചില നിമിഷങ്ങളിൽ ചില ഇഷ്ടക്കേടുകളോ ആ നിമിഷം ശരിയാവാതെ വരികയോ അങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചതെന്ന് കരുതിയൊക്കെ ചെയ്യുമ്പോൾ ചിലരൊക്കെ ഞാൻ സുഹൃത്തുക്കൾ പറഞ്ഞു കേൾക്കും. അവർ ആ സമയം നമ്മുടെ പ്രശാന്ത പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടു. അവര് പലതും കേട്ട ശേഷമാണ്. ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഇപ്പൊ റബ്ബർ വെട്ടുകയാണെങ്കിൽ പോലും ശരിയായ രീതിയിൽ ആർക്കോ വേണ്ടി വെട്ടിയിട്ട് പോകാത്ത രീതിയിൽ കൃത്യമായ ആ റബ്ബർ വെട്ടുന്നു. ആ മനസ്സ്, കൈകൾ എന്റെ ജോലിയാണ്, ഇതെന്റെ ജീവിതത്തിലെ പരിഹാരമാണെന്ന് അറിഞ്ഞ് ചെയ്യുന്ന ഷെയറിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ജോലിയും ഞാൻ മറ്റുള്ളവരോട് പിന്നെ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതും ഞാൻ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. അവിടെയാണ് ആറാം പടിയിൽ പറയുന്നത് പോലെ ഈ പറഞ്ഞ പല കുഴപ്പങ്ങളും എന്റെ ചില ദൂഷ്യങ്ങളിൽ നിന്നുണ്ടാവുന്നതാണെന്ന് പല വിലയിരുത്തലും മറ്റുള്ളവരുടെ കുഴപ്പമല്ല, എന്റെ ചില സ്വഭാവത്തിലെ ചില ദൂഷ്യങ്ങളിൽ നിന്നുണ്ടാവുന്നതാണെന്ന് വീണ്ടും വീണ്ടും മനസ്സിലാക്കുകയാണ്. ആരോടും അത് പിന്നെ ഞാൻ തന്നെ അത് കൊണ്ടു കടന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ എന്നിലൊരു പ്രക്രിയയുണ്ട് അത്തരം കുഴപ്പങ്ങൾ ഓരോ ദിവസമായിട്ടും പുറത്തു കൊണ്ടുവരാനുള്ള പ്രക്രിയ. അതിനിടയിലും ചില സങ്കടങ്ങളും വിഷാദങ്ങളും പിന്നെ പ്രശ്നങ്ങളും ഒക്കെ വരും. അതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരും ചേർന്നൊക്കെ ഒരു വീട്ടിൽ ചെന്നാൽ മറ്റ് ദുഃഖങ്ങളില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. മനുഷ്യ സഹജമായിട്ട് ഇത്തരം സാഹചര്യങ്ങളെല്ലാം വരുമ്പോഴും പണ്ട് കുപ്പിയെയാണ് ആശ്രയിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ഈ സുബോധത്തിന്റെ ഈ പടികളിലെ ഈ ജീവിത രീതിയിലെ എത്രയോ സുഹൃത്തുക്കൾ അവരാ ഒരു കാര്യത്തെ എങ്ങനെ മറികടന്നു എന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് അല്ലാതെ ഇതൊക്കെ വേറെ എവിടെ കേൾക്കാനാ? ഇത്രയും പിന്നെ കാര്യങ്ങളെ പിന്നെ ക്ലിയർ ആയി കേൾക്കുന്ന മറ്റൊരു സ്ഥലമുണ്ട് എന്ന് പിന്നെ എനിക്ക് പിന്നെ തോന്നുന്നില്ല. ഒരു സ്നേഹവായ്പോട് കൂടി അത് ശ്രദ്ധിച്ചിരുന്നാൽ അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. ചിലർ വ്യക്തിപരമായിട്ട് അന്നത്തെ വിഷയങ്ങളെ അടുത്ത സുഹൃത്തുക്കളോട് സ്പോൺസറോട് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ ചിലർ പറയും പിന്നെ ഈ എനിക്ക് സ്പോൺസറെ കണ്ടെത്തലും പടികളൊക്കെ ചെയ്യാൻ എനിക്ക് കുറേ വർഷം താമസിച്ചിട്ടാണ് ചെയ്തതെന്നൊക്കെ അവർ പറയാറുണ്ട്. അതിനർത്ഥം ഞാനും അവരെ പോലെ താമസിക്കണമെന്നല്ല, ഇതൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അത്തരം ഒരു പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ നിമിഷങ്ങളെ എന്താ പറയാ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട്
കടന്നു പോകാൻ കഴിയും. ആരോ പറഞ്ഞ പോലെ വെപ്രാളപ്പെട്ട് ഏറെ നേരമെടുത്ത് ഉള്ള ഷെയറിങ്ങുകൾക്ക് അപ്പുറം അവരുടെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടാകും. അവര് വളരെ ശ്രദ്ധയോടുകൂടി അവർക്കത് കേട്ടിരിക്കാൻ സാധിക്കും. ഞാനെന്ന വ്യക്തി അവിടെ എത്തിയോ എന്ന് എനിക്ക് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ കഴിയും. പക്ഷേ അതുപോലെ സൺന്യൂസിന്റെ മീറ്റിങ്ങുകളിൽ നിരന്തരമായിട്ട് പങ്കെടുക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നവര് അവര് വിജയിച്ചവർ തന്നെയാണ്. ആ ഒരു ഇഷ്ടം പോലും അവർ പറയുന്നത് പറയട്ടെ, അവർ ചിലപ്പോ ആവശ്യം പോലെ പറയട്ടെ, അത് കേൾക്കാം എന്നൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടൊന്നും ഒരു കുഴപ്പവും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ആൽക്കഹോളിക് ബസ്സിൽ ഒരിക്കല് ഈ ഒരാള് പിന്നെ ഇങ്ങനെ ഷെയർ ചെയ്തപ്പം അങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഈ ശബരിമലയ്ക്ക് പോയിട്ട് പോലും ഒരു തിരക്കിൽ പെട്ട് പമ്പയിൽ നിന്ന് ബ്ലോക്കായി മണിക്കൂറുകളോളം ആ തിരക്കിൽപ്പെട്ട് നിൽക്കുക. അതൊരു ഒന്ന് ഏറെ വർഷങ്ങളായ സുഹൃത്ത്, കാര്യങ്ങളെ കൃത്യമായി എന്താ പറയാ സുബോധ വളർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള് ശബരിമലയ്ക്ക് പോയിട്ട് ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പം തെലുങ്കിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വരുന്നവരും പതിയന്മാര് ചവിട്ടുന്നു, മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് തിരിച്ചു പോരാൻ പോലും തോന്നുന്നൊരു അവസരം ഉണ്ടായി. ഏതോ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ ഒരു സൈഡില് ചെറുതായിട്ടൊന്ന് ഇരിക്കാൻ കഴിഞ്ഞു. കുറച്ചേരം ഇരുന്ന ഇരിപ്പില് പതുക്കെ അടുത്തിരുന്ന ആളുമായിട്ടും ഇങ്ങനെ സംസാരിച്ചു. ആ തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥ മാറിയേ തിരിച്ചു പോരണ്ട, അങ്ങനെ പതുക്കെ ശബരിമല പോയി ദർശനം നടത്തി തൊഴുതു തിരിച്ചു വന്നു എന്നൊരു ഇത് പറയുന്നുണ്ട്. അപ്പം ആത്മീയതയുടെയും വ്രതം അനുഷ്ഠിച്ചിട്ടും ഏതൊരു രീതിയിൽ നിൽക്കുമ്പോഴും ചില നിമിഷങ്ങൾ അദ്ദേഹത്തിന് പോലും ഇത്തരം ഒരു സാഹചര്യം വന്നു. പക്ഷെ അവസാനം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എന്തൊക്കെ ആൽക്കഹോളിക് സൈനോസിൽ വന്നിട്ടും എന്തൊക്കെ ചില വിഷമതകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ നമ്മളെ കൊണ്ടു നിർത്തുന്നത് എന്താ പറയുക, നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറമുള്ള ഒരു സുബോധാവസ്ഥയിലും ജീവിതത്തെ എങ്ങനെ നേടണമെന്നുള്ള അതിൽ നിന്ന് കിട്ടുന്ന ഒരു ശക്തിയിലുമാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഡബ്ല്യു പോലും ഒരു വിഷാദത്തിന്റെ പിന്നെ അവസ്ഥയിലേക്ക് പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. വ്യക്തികൾ എന്നൊന്നില്ല, മനുഷ്യ സഹജമായി അപ്പൊ അത്തരം സാഹചര്യങ്ങൾ കടന്നു വരാം. തെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് തന്നെ ചിലപ്പം 10-ാം പടിയിലെ തെറ്റുകൾ സംഭവിക്കാം. അപ്പം അങ്ങനെ തെറ്റുകൾ എന്ന് പറയുന്നത് തെറ്റുകളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ കാര്യങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും ആൽക്കഹോളിക് സൈനസിന്റെ സുബോധ വളർച്ചയ്ക്കനുസരിച്ച്. പക്ഷെ ഈ ജീവിതത്തെ എങ്ങനെ നേടാം എന്നുള്ളത് ഈ ഒരു നിമിഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്, പണ്ടത്തെ ഒരു നിമിഷം പോലും ഇവിടെ ജീവിക്കാൻ പോലും അല്ലെങ്കിൽ അസംതൃപ്തമായിട്ട് കഴിഞ്ഞ എന്നെപ്പോലുള്ള ഒരാളെ ഈ ഒരു നിമിഷം വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, സുഹൃത്തുക്കളുമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഈ വിഷയം പോലും ചിന്തിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ എല്ലാവർക്കും എടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ സമയത്ത് വരുന്ന ആ കൗതുകം നഷ്ടപ്പെട്ട് ഒരിക്കലും ഒരു വിലാസത്തിലേക്കോ മറ്റ് കുഴപ്പങ്ങളിലേക്കോ ചെന്ന് എത്തേണ്ട കാര്യമില്ല. ആദ്യത്തെ കാര്യം അതാണ്. മറ്റ് എല്ലാ കാര്യങ്ങളും ആൽക്കഹോളിക് അനോണിമസും ആ പ്രോഗ്രാമും ചെയ്തു പോകുന്നതനുസരിച്ച് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ, അത് പാരമ്പര്യത്തിൽ പറയുന്ന കാര്യം മാത്രമല്ല, ഓരോ മധ്യാസത്തിലും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലതിനും മറ്റുള്ളവരോട് ചോദിക്കേണ്ടിയിരുന്നു, അത് ചോദിച്ചു ഇത് ചോദിച്ചു. പിന്നെ 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 ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ശേഷിയിലേക്ക് കടന്നു വരും. പല പ്രശ്നകാരിയായ നിമിഷങ്ങളും കടന്നു പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആൽക്കഹോളിക് അനോണിമസിൽ കടന്നു വന്ന ശേഷം എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഇതിനപ്പുറം പണ്ടുകാലത്ത് സംഭവിച്ചതൊക്കെ
ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് കുറെ ഏറെ മുന്നോട്ട് പോയപ്പോൾ അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ ചെറിയ ചെറിയ കാര്യങ്ങളെ ആൽക്കഹോൾ സാധനത്തിൽ പോകുമ്പോൾ അത് മാറ്റി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മുന്നൊരുക്കം പോലെ ചക്ക മുറിക്കുന്ന മുമ്പേ കത്തിയിൽ എണ്ണ തേച്ച് കൊണ്ട് മുറിക്കാം എന്നൊക്കെ ഉള്ള ചില ടൂൾസ് ഒക്കെ പതുക്കെ പതുക്കെ തേടി വന്നിട്ടുണ്ട്. ഓരോ നിമിഷത്തെയും സന്തോഷപ്രദമായി കൈകാര്യം ചെയ്യുന്ന നൂറുകണക്കിനായ ഏക്കാരുടെ ഷെയറിങ്ങുകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആൽക്കഹോൾ സാധനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഇതൊരു കിട്ടിയ സംഭവങ്ങളെ കുറിച്ച് ചിലപ്പം ഒരു പുതുമക്കാരനോട് വാതോരാതെ പറയാൻ പോലും നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അതാണ് ആൽക്കഹോൾ സാധനത്തിന്റെ ഒരു ഒരു ഒരിത് വേണം. എനിക്കത് കിട്ടി, ഇത് ചിലപ്പോൾ അയാൾ ശ്രദ്ധിക്കാൻ പോലും നിന്നു എന്ന് വരില്ല. പിന്നെ ഈ സന്തോഷത്തെയും സാഹചര്യങ്ങളും ഒക്കെ അത് അവനവൻ തന്നെ ആണ് വിലയിരുത്തേണ്ടത്. അല്ലാതെ മറ്റൊരാൾക്ക് ചിലപ്പോൾ എത്രത്തോളം വിലയിരുത്താൻ കഴിയും എന്ന് എനിക്കറിയില്ല. അവനവന്റെ സന്തോഷം കാര്യങ്ങളൊക്കെ അവനവൻ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. നമുക്ക് മുന്നിൽ ഈ നിമിഷത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കൃത്യമായ പ്രോഗ്രാം ആൽക്കഹോൾ കാരണങ്ങൾക്ക് മുന്നോട്ട് തന്നിട്ടുണ്ട്. അതിലൂടെ ജീവിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും ഈ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. താങ്ക് യു ഷൈൻ ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഇത്രയധികം സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ഈ സമയം കടന്നു പോകും എന്ന വിഷയത്തെ കുറിച്ച് വളരെ ഭംഗിയായ രീതിയിൽ വിശദീകരിച്ച് തരികയും ചെയ്യുന്ന ഷൈൻ ചേട്ടനോട് നന്ദി പറയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ നന്ദി പറയാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷൈൻ ചേട്ടൻ ലൈനിലുണ്ട്. ഹലോ സുഹൃത്തുക്കൾ, ആരെങ്കിലും ഷൈൻ ചേട്ടനൊരു താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരാം. അതല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. നമുക്ക് വേണ്ടി 1 മണിക്കൂറോളം അദ്ദേഹം ചെലവഴിച്ചതാണ്. ഹലോ, അല്ലല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, അതല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്താലോ? ഈ സമയം കടന്നു പോകും എന്ന വിഷയത്തെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ വിശദീകരിച്ച് തരുന്ന ഷൈൻ ചേട്ടന് ജ്വാല ഓൺലൈൻ മീറ്റിംഗിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വിഷയാധിഷ്ഠിത മീറ്റിംഗുമായി എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ജ്വാല മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറയുന്നു. എയുടെ വാഗ്ദാനങ്ങൾ വായിക്കുകയാണ്. എയുടെ വാഗ്ദാനങ്ങൾ: നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം അത്ഭുതപരാന്തരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്.
കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയൊരുക്കുകയോ ഇല്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴ്ത്തു പോയിട്ടുണ്ടെന്നൊരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവിയോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്നകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണോ? അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവയെല്ലായ്പ്പോഴും സാധ്യമാകുന്നു. പ്രാർത്ഥന. ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് മുന്നോട്ട് വരുന്നുണ്ടോ? നാളത്തെ മീറ്റിംഗ് നാളെ സോറി പറഞ്ഞില്ലേ. നാളെ നമ്മുടെ നാളത്തെ വിഷയാധിഷ്ഠ മീറ്റിംഗുമായി എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷേട്ടൻ കൂത്താട്ടുകുളമാണ്. അദ്ദേഹത്തിന്റെ വിഷയം പഴയ നമ്മളെ ഉപേക്ഷിക്കുക, ലിഫ്റ്റിംഗ് ഗോ ഓഫ് അവർ ഓൾഡ് സെൽസ്. എന്താണെങ്കിലും നാളെ 8 മണിയോടുകൂടി എല്ലാവരും ജ്വാല മീറ്റിംഗിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഓരോ മീറ്റിങ്ങുകളുമാണ് നമ്മളെ വീണ്ടും വീണ്ടും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കുന്നത്. ഓരോരുത്തരുടെ ഷെയറിംഗ് കേട്ടാണ് നമുക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കത്തുള്ളൂ. എന്താണെങ്കിലും പ്രാർത്ഥന ആരെങ്കിലും ലൈനിലുണ്ടോ? ഓക്കെ, താങ്ക് യു ജോളിച്ചേട്ടാ. പ്രാർത്ഥന. ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും